ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും നമസ്കാരം. ഉണർവ് 2025 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മേക്കാംകുന്നേൽ PT അച്ചാമ്മ എന്ന റിട്ടയർഡ് അധ്യാപികയുടെ വീട്ടിലാണ്. പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയുവാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. ഉണർവ് 2025 സ്വാഗതം. ആദ്യമായിട്ട് അറിയേണ്ടത് ടീച്ചറിന്റെ ഒരു പഴയ കാലഘട്ടമാണ്, ബാല്യകാലഘട്ടം. എന്നായിരുന്നു ജനിച്ചത്, മാതാപിതാക്കളുടെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ജനിച്ചത് 1936 നവംബർ 20 ജനിച്ചത്. എൻ്റെ അപ്പൻ്റെ പേര് തോമ, അമ്മയുടെ പേര് മറിയാമ്മ. അവരുടെ മൂത്ത കുട്ടിയാണ് ഞാൻ. വീട്ടുപേരൊന്ന് പറയാമോ? പറവട്ടിൽ ഹൗസ്, നെടുമ്പാശ്ശേരി. മറ്റ് സഹോദരങ്ങളൊക്കെ? സഹോദരങ്ങൾ രണ്ട് സഹോദരന്മാരുണ്ട്. അതിൽ എന്നിൽ തൊട്ട് താഴെയുള്ള ആള് മരിച്ചുപോയി. മൂന്നാമത്തെ ആള് പെണ്ണ്, അതിന് താഴെ ഒരു പെണ്ണുണ്ടായിരുന്നു, അതും മരിച്ചുപോയി. സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം നെടുമ്പാശ്ശേരി ഹൈസ്കൂളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഹൈസ്കൂൾ പഠനം കഴിഞ്ഞിട്ട് നെടുമ്പാശ്ശേരി മാറത്തനേഷ്യസ് ഇംഗ്ലീഷ് ഹൈസ്കൂളിലായിരുന്നു ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ TTCക്ക് പോയി, കറുകുറ്റി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ. അത് കഴിഞ്ഞ് 54 SSLC പാസ്സായത്. 57 TTCയും പാസ്സായി. 58 എനിക്ക് ജോലിയും കിട്ടി. ആദ്യ ജോലി എവിടെയായിരുന്നു? ആദ്യം ജോലി കിട്ടിയത് നെടുമ്പാശ്ശേരി സ്കൂളിൽ തന്നെ, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ്. അവിടെ 6 മാസം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിലേക്ക് അഡ്വർടൈസ്മെന്റ് വന്ന് ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടി. എന്നിട്ട് ആദ്യം പോയത് പറവൂർ അടുത്തൊരു സ്കൂളിലാണ്, കരുമാലൂർ UP സ്കൂള്. അങ്ങനെ എത്ര വർഷം നമ്മൾ സ്കൂൾ അധ്യാപികയായിട്ട് തുടർന്നു? 34 വർഷം. റിട്ടയർഡ് ആയത് എവിടെ നിന്നാണ്? റിട്ടയർഡ് ആയത് വെലങ്ങ് ഗവൺമെന്റ് UP സ്കൂളിൽ മിസ്ട്രസ് ആയിട്ടാണ് റിട്ടയർഡ് ആയത്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ മാതൃ ഇടവക ഏതായിരുന്നു? അകപ്പറമ്പ് ഷാബോർ അഫ്രോത്ത് പള്ളിയായിരുന്നു. അവിടെ നമ്മള് ആക്റ്റീവ് ആയിരുന്നു. അവിടുത്തെ സമാജമായിട്ടും അവിടെ കുഞ്ഞതല്ലേ, 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. അതിനുശേഷം വയലിപ്പറമ്പിലെ തിരുമേനി ഞങ്ങൾക്ക് നെടുമ്പാശ്ശേരിയിൽ ഒരു പള്ളി വെച്ച് തന്നു. പിന്നെ അങ്ങോട്ട് ഇടവക മാറി. പിന്നെ അവിടുത്തെ അവിടുത്തെ ഗായകരിൽ പ്രധാനിയായിരുന്നു ഞാൻ. കൊയറിലുണ്ടായിരുന്നു. 24 വയസ്സ് വരെ ഉണ്ടായിരുന്നു. കല്യാണം എല്ലാം എപ്പോഴായിരുന്നു? കല്യാണം 25 വയസ്സിൽ. 25 വയസ്സിൽ കല്യാണം കഴിച്ച് മേക്കാംകുന്നിലേക്ക്, കിഴക്കമ്പലത്തിലേക്ക് പോകുന്നു. അപ്പച്ചന്റെ പേരൊന്ന് പറയാവോ? ഹസ്ബൻഡിന്റെ പേര് MP കുര്യാക്കോസ്. ആള് എന്തായിരുന്നു ജോലി? കൃഷി ഓഫീസർ ആയിരുന്നു. എവിടെ നിന്നായിരുന്നു റിട്ടയർഡ് ആയതൊക്കെ? നെല്ലാട് കൃഷിഭവനിൽ. മക്കള് എത്ര പേരാ? എനിക്ക് 3 മക്കള്. അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? മൂത്തത് 2 പെണ്ണ്. മൂത്തതിന്റെ പേര് സോളി, രണ്ടാമത്തെ പേര് സുനി. അവരെങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടത്? മൂത്തയാളെ കല്യാണം കഴിച്ചു വിട്ടത് തൃശ്ശൂരാണ്. പക്ഷെ അവരിപ്പോ അവിടെ നിന്നൊക്കെ പോന്നിട്ട് ഇവിടെ പള്ളിക്കര ഒന്ന് താമസിക്കുന്നു. രണ്ടാമത്തെ മോളെ ചോറ്റാനിക്കര കല്യാണം കഴിച്ചു. പിന്നെ ഉള്ളത് ഇളയാള് മകനാണ്. മകന്റെ പേരും കൂടി ഒന്ന് പറഞ്ഞ്. സജി. കല്യാണം കഴിച്ച് നമ്മള് കിഴക്കമ്പലത്ത് വന്നതിന് ശേഷം നമ്മുടെ ദേവാലയവുമായിട്ടുള്ള ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? ഞാൻ മിക്കവാറും ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും. ഇവിടുത്തെ പള്ളി എന്ന് പറഞ്ഞാൽ കുഞ്ഞു പള്ളിയായിരുന്നു. ഇപ്പൊ ഉള്ളതിനേക്കാളും ചെറുതായിരുന്നു. അധികം ആളുകളൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടെ നല്ല പാട്ടും ഗായക സംഘങ്ങളൊന്നുമില്ല. കപ്പ്യാരി അച്ഛനും കൂടിയാണ് പാടുന്നത്. പിന്നെ ഞാൻ വരുമ്പോഴുള്ള അച്ഛൻ തൊമ്മൻകുടി അച്ഛനാണ്. തൊമ്മൻകുടി അച്ഛൻ അവിടെ സമാജത്തിലൊക്കെ ആക്റ്റീവ് ആയിരുന്നോ? അല്ല, ഇവിടെ സമാജത്തിലൊന്നും ഞാൻ നിന്നിട്ടില്ല. കൊയറില് നിന്നിട്ടില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പള്ളിയിലൊക്കെ പോയി സന്തോഷമൊക്കെ ആയിട്ട് അന്നത്തെ കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു പോയി.
അധ്യാപക ജീവിതത്തിൽ പിന്നിട്ട സ്കൂളുകൾ ഏതൊക്കെയായിരുന്നു, ഏതൊക്കെ സ്കൂളിലായിരുന്നു പഠിപ്പിച്ചതെന്ന് ഒന്ന് ടീച്ചർ പറയാവോ? ആദ്യം ജോലി കിട്ടിയത് മാറത്തിനിഷസ് ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ തന്നെ, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ആദ്യം ജോലി നെടുമ്പാശ്ശേരി. കിട്ടിയത്. 6 മാസം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചു, കിട്ടി. ഒക്ടോബർ 1-ാം തീയതി അവിടുന്ന് കരിമാലൂർ സ്കൂളിലേക്ക് പോയി. അവിടെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ട്രാൻസ്ഫറായി എൻ്റെ നാട്ടിലുള്ള LP സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. ആ നാട്ടിലുള്ള നെടുമ്പാശ്ശേരിയിലാണെങ്കിൽ ആ സ്കൂളിൻ്റെ പേര് തുരുത്തിശ്ശേരി LP സ്കൂൾ എന്നാണ്. അവിടെ 3 കൊല്ലം 58 60 അവിടെ വന്നു. 63 കല്യാണം കഴിഞ്ഞു. 63 കല്യാണം കഴിഞ്ഞപ്പോൾ 64 എടത്തല ഗവൺമെൻറ് UPSലേക്ക് ട്രാൻസ്ഫറായി. അവിടെ നിന്ന് 67 ഈ സ്വർണ്ണത്ത് സ്കൂൾ അന്ന് നമ്പൂരിയുടെ വകയായിരുന്നു. അത് സർക്കാരിലേക്ക് സറണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ പേര് ഇങ്ങോട്ട് ട്രാൻസ്ഫറായി വന്നു. അപ്പോൾ 67 ഞാൻ ഇവിടെ വന്നു, സ്വർണ്ണത്ത് സ്കൂളിൽ വന്നു. 87 വരെ സ്വർണ്ണ സ്കൂളിൽ വർക്ക് ചെയ്തു. 87 എനിക്ക് HM പ്രൊമോഷൻ കിട്ടി. അങ്ങനെ പല സ്കൂളിലും പോയി. ആദ്യം പോയത് പറവൂരടുത്തൊരു സ്കൂളിൽ തന്നെയാണ്. അവിടെ നിന്ന് അല്ലപ്പുറയ്ക്ക് വന്നു. അല്ലപ്പുറയിൽ നിന്ന് വെങ്ങോലയ്ക്ക് വന്നു. വെങ്ങോലയിൽ നിന്ന് വെലങ്ങ് UP സ്കൂളിൽ വന്നു. അവിടെ നിന്നാണ് പെൻഷൻ പറ്റിയത്. അടുത്തൊരു ചോദ്യം, നമ്മൾ പഠിപ്പിച്ച ഇത്രയും അധ്യാപക ഒരു ജീവിതത്തിന്റെ കാലഘട്ടത്തില് പഠിപ്പിച്ചു പോയ വിദ്യാർത്ഥികളെ ആരെങ്കിലും ഒക്കെ നമ്മളിപ്പോഴും ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് ആ ഒരു ബന്ധം? ഈ കഴിഞ്ഞ സെപ്റ്റംബർ 5-ാം തീയതി ഞാൻ പഠിപ്പിച്ച ഒരു വിജയൻ മഹാരാജാസ് കോളേജിലെ സാറായിട്ട് പെൻഷൻ പറ്റിയതാ. അവൻ എന്നെ വിളിച്ചിരുന്നു. സെപ്റ്റംബർ 5-ാം തീയതി ടീച്ചേഴ്സ് ഡേ ആണ്. ഞാൻ ഓർപ്പിച്ചു. അതൊക്കെ ഒരു സന്തോഷമാണ്. എന്നെ വിഷ് ചെയ്തു. അരൂര് മറ്റോ ഒരു കമ്പനിയിൽ ജോലിയുള്ളവൻ എന്നെ കാണാൻ കഴിഞ്ഞ കൊല്ലം വന്നിരുന്നു. എനിക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അന്നേരം അവൻ പറഞ്ഞു, ടീച്ചർ എന്നെ സയൻസിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ സയൻസും ഇംഗ്ലീഷാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ സ്വർണ്ണത്ത് വന്ന പിന്നെ പെൺപിള്ളേർ അധികം ഒന്നും ഇല്ല, അവരൊക്കെ കെട്ടിച്ചു പോയി. മറ്റേ അധ്യാപകരെ ആരെങ്കിലും ഒക്കെ കാണാറുണ്ടോ? ഇന്നും കൂടി ഞാനൊരു അധ്യാപികയായിട്ട് സംസാരിച്ചു 1/2 മണിക്കൂർ നേരം. അതൊക്കെ ഒരു സന്തോഷമാണ്. നമ്മള് പഴയ ആളുകളൊക്കെ ആയിട്ട് കാണുകയും നമ്മളിങ്ങനെ പൊതുവെ നടക്കുമ്പോ നമ്മൾ പഠിപ്പിച്ച ഒരാള് അടുത്ത് വന്ന് സംസാരിക്കുന്ന വിശേഷങ്ങൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ആ കാര്യങ്ങളൊക്കെ ഓക്കെ. ടീച്ചറ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ സ്ട്രിക്റ്റ് ആയിരുന്നോ അതോ ഫ്രണ്ട്ലി ആയിരുന്നോ? പഠിപ്പിക്കുന്ന സമയത്തിന് സ്ട്രിക്റ്റ് ആയിരിക്കും, അത് കഴിയുമ്പോൾ ഫ്രണ്ട്ലി ആവും. അവരുടെ കൂടെ ഞാൻ കളിക്കുന്ന സമയത്തിന് കളിക്കാറുണ്ട്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തിന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ശിക്ഷ കൊടുക്കും. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു വടിയുണ്ട്, അവിടെ ഉണ്ടാവും, മേശപ്പുറത്തുണ്ടാവും. അധ്യാപികയിൽ നിന്നൊരു ഹെഡ് മിസ്ട്രസ് ആയപ്പോൾ എന്തൊക്കെയാ നമുക്കൊരു മാറ്റം വന്നത്? കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങളായി. പിന്നെ സ്ഥാപനത്തിന്റെ കാര്യങ്ങളായി, പിന്നെ സാർമാരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. പഠിപ്പിക്കൽ വേണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഏതായിരുന്നു കുറച്ചും കൂടെ ഒരു കംഫർട്ട്, നമുക്ക് ഇത്രയും കൂടെ ഒരു സുഖം ഏതായിരുന്നു? അധ്യാപികയായിട്ട് നിൽക്കുമായിരുന്നോ ഹെഡ് മിസ്ട്രസ് ആയിട്ടായിരുന്നു? ഏതായിരുന്നു? അധ്യാപികയായിട്ട് നിൽക്കുമായിരുന്നു സുഖം. അനുസരിച്ച് പഠിപ്പിച്ചാൽ മതിയല്ലോ. ഇത് ഓഫീസിൽ പോണം, ആ ടെൻഷൻ നമ്മള് ഏറ്റെടുക്കണം അല്ലെ? ഓഫീസിൽ പോണം, കഞ്ഞി വെക്കണേന് വിറക് മേടിക്കാൻ പോണം, അങ്ങനെയൊക്കെയുള്ള കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഓക്കെ. അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ വരുമ്പോ പിന്നോട്ട് ചിന്തിക്കുമ്പോ അന്നത്തെ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധമാണോ അതോ ഇന്ന് ഇപ്പോൾ ഉള്ള ഒരു ബന്ധമാണോ കുറച്ചും കൂടി നമ്മൾ ചിന്തിക്കുമ്പോ നല്ലതായിട്ട് തോന്നുന്നത്? അന്നത്തെ വിദ്യാർത്ഥി അധ്യാപക ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഫോൺ വിളിക്കുകയോ ഒക്കെ ചെയ്യണത്. അന്നത്തെ പഠിപ്പിക്കലും അങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല അസലായിട്ട് പഠിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യും, ഒരു പരാതിയില്ല. ഇന്ന് കേസ് കൊടുക്കുന്നൊക്കെ അല്ലേ പറയുന്നത്. ഇന്നത്തെ രീതി ഇന്നൊന്നും അധ്യാപകന് വിലയുണ്ടോ സാറുമാർക്ക്? അല്ല, കുട്ടികൾക്ക് ഒരു വിലയില്ല. പണ്ട് ഇപ്പൊ ഞാൻ ഇതിലെ പോകുമ്പോ വയസ്സായപ്പോ എനിക്ക് കുട്ടികളെ കണ്ടറിയാൻ പറ്റില്ല. എന്നെ കാണുമ്പോഴത്തേക്കും മടക്കി കുത്താട് അഴിച്ചിടുമ്പോ ഞാൻ തീരുമാനിക്കും ഞാൻ പഠിപ്പിച്ചതാണ്. ഇപ്പൊ ഞാൻ നടന്നൊന്നും പോണില്ല, നടന്നു പോകാനൊന്നും എനിക്ക് പറ്റുമില്ല. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അംഗീകാരങ്ങൾ അതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ല നിമിഷങ്ങൾ. എവിടെ ചെന്നാലും നമ്മുടെ ഒരു സുഖം ഉണ്ടാവും. തീർച്ചയായിട്ടും. നമുക്ക് പണ്ടത്തെ എന്തെങ്കിലും നമുക്ക് മറക്കാനാകാത്ത എന്തെങ്കിലും അനുഭവങ്ങളോ സ്കൂൾ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ?
മറക്കാനാവാത്തത് എനിക്ക് ജോലി കിട്ടിയതാണ് എൻ്റെ ഏറ്റവും ജീവിതത്തിലുള്ള സന്തോഷം. ആ. കണ്ണ് നനയിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സ്കൂളിലോ? സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്നും തികച്ചും സന്തോഷമായിരുന്നു, നമുക്ക് സംതൃപ്തിയായിരുന്നു. തൃപ്തിയോടുകൂടി തന്നെ റിട്ടയർഡും ആയി. ഓക്കെ. റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതം ഇപ്പൊ എങ്ങനെ പോകുന്നു? സുഖമായിട്ട് പോകുന്നു. എന്റെ മക്കൾ എന്നെ നല്ലപോലെ നോക്കണ്ട്, പൊന്നുപോലെ നോക്കണ്ട്. സന്തോഷമാണ്. നമുക്കിപ്പോ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഹോബീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് നേരം പോകാനായിട്ട് ഹോബീസ് മൊബൈൽ നോക്കും, പിന്നെ ടി വിയിൽ ഒന്ന് വാർത്തകളൊക്കെ കേട്ട് അങ്ങനെ പോകുന്നു. ഇന്നത്തെ ഒരു അധ്യാപക എന്ന നിലയിൽ, ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു റിട്ടയർഡ് അധ്യാപക, ഹെഡ് മിസ്ട്രസ് എന്ന നിലയിൽ ഇന്നത്തെ കുഞ്ഞുങ്ങളോട്, സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജ് തലങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളോട് ടീച്ചർക്കുള്ള ഒരു ഉപദേശം ഒന്ന് കൊടുക്കാമോ? ഉപദേശം, ക്ലാസ്സിലെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക, ക്ലാസ്സിൽ കട്ട് ചെയ്യാതിരിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ അനുസരിക്കുക, അങ്ങനെ നല്ല സ്വഭാവത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക. നെടുമ്പാശ്ശേരി പള്ളിയിലെ ഒരു ഗായികയായിരുന്നല്ലോ, അവിടെ ചർച്ച് കൊയറിലെല്ലാം ഉണ്ടായിരുന്ന. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗായിക ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി പാട്ടൊന്ന് പാടിത്തരാമോ ടീച്ചർക്ക്? പാടാം. मेरे दिल ये पुकारे आजा, मेरे गम के सहारे आजा, भीग भीग ऐसे में है तुम कहा, मेरे दिल ये पुकारे आजा, तू नहीं तो ये हवा क्या करो क्या करो, तू नहीं तो ये हवा क्या करूं क्या करूं, दूर तुझसे रहे मेरे घर आ गए, मेरे लिल बिल बिका बिका ऐसे में गई तुम कहा, मेरे दिल ये पुकारे आजा. ടീച്ചറുമൊത്തുമുള്ള രസകരമായ നിമിഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്നുള്ള ഒരു പ്രത്യാശയോടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.